ഹലോ എവരിവൺ, നമ്മൾ ഈ വീഡിയോയിൽ ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത്. കീം 2026 റാങ്ക് ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തു. സോ നമ്മൾ കീം 2026 കീം 2025 തമ്മിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് കഴിഞ്ഞ ഇയറുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. കീം 2026 2025 ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കീം 2026 PCM സ്കോർ ഏത് റേഷ്യോയിലാണ് നോർമലൈസ് ചെയ്തത്? 5:3:2 എന്നുള്ളൊരു റേഷ്യോയിലാണ് നോർമലൈസ് ചെയ്തത്. എല്ലാവരുടെ മാർക്കും ടോപ്പറിന്റെ മാർക്കായിട്ടാണ് കമ്പയർ ചെയ്തത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. അത് എന്തായാലും തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ അത് വീണ്ടും ഡിസ്കസ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 വെയിറ്റേജ് ഈസ് ഗിവൺ ടു മാത്തമാറ്റിക്സ് ആൻഡ് 3 വെയിറ്റേജ് ഈസ് ഗിവൺ ടു ഫിസിക്സ് ആൻഡ് 2 വെയിറ്റേജ് ഈസ് ഗിവൺ ടു കെമിസ്ട്രി. ME/BSU-C ഈ റേഷ്യോ കിടക്കുന്നത്. സോ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വർഷം 96,747 ഇത്രയും ആൾക്കാർ അപ്പയർ ചെയ്തു. 96,747. ഈ 90,000 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ, അറിയാലോ. പിന്നെ 2025 എത്ര പേരാണ് അപ്പയർ ചെയ്തത്? 86,549. സോ ആക്ച്വലി ഇവിടെ ഒരു 10Kയുടെ എന്തുണ്ട് ഇൻക്രീസ് ആക്ച്വലി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് 10K ഓളം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പല റീസൺസ് ഉണ്ട്. ഒന്ന് നീറ്റിന്റെ ഇഷ്യൂസ്, അങ്ങനെ പല ഇഷ്യൂ ഇതിൽ ഫാക്ടറായിട്ട് വന്നിട്ടുണ്ടാവും. മുൻ വർഷങ്ങളിൽ നീറ്റിന് സംഭവിച്ച ഇഷ്യൂസ്, നീറ്റ് കിട്ടാത്തവർ എഞ്ചിനീയറിംഗിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്, അങ്ങനെ പല പല ഡിസിഷൻസ്. പിന്നെ എഞ്ചിനീയറിംഗിന്റെ തന്നെ ട്രെൻഡ്. അങ്ങനെ എഞ്ചിനീയറിംഗ് കൂടുതൽ ട്രെൻഡ് ആയിട്ട് വരുന്നതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്, മനസ്സിലാക്കുന്നത്. അതായത് എന്താ പ്രശ്നം? നീറ്റിൽ ഇങ്ങനെ പ്രശ്നം സംഭവിക്കുന്നതുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട്? MBBS ഒരു ഡൗട്ട്ഫുൾ ഓപ്ഷൻ ആയിട്ടൊക്കെ കാണുന്നവരുണ്ട്. ബട്ട് പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ 96,747 ആൾക്കാർ എഴുതിയപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എത്ര പേരാണ്? 65,438. ഇത്ര ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതൊരു നല്ല സൈൻ അല്ല. കുറച്ചുകൂടെ നല്ലൊരു നമ്പർ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഒരു 75K ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും മേജർ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് ദി മേജർ ഹൈലൈറ്റ് ഓഫ് ദിസ് റാങ്ക് ലിസ്റ്റ്. ഇതിൽ ഈ വർഷം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ വർഷമാണ് ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണുന്നത്. അത് ഈ ഫോർമുല കൊണ്ട് തന്നെ ഉണ്ടായ മാറ്റമാണ്. ഫസ്റ്റ് 100ൽ HSCയിൽ നിന്നും 48 സ്റ്റുഡൻസ് വന്നു. അതാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. CBSE ഓഫ് 47 വന്നു. അത് ഇത്രയും കാൻഡിഡേറ്റ്സ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. വെറും 80,000, റഫ്ലി 80,000 ആൾക്കാരിൽ നിന്നും 47 സ്റ്റുഡൻസ് ആദ്യം 100 റാങ്കിൽ വന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 44,000 കുട്ടികളിൽ നിന്ന് 48 എന്നുള്ള നമ്പറിലേക്കാണ് നമ്മൾ എത്തിയത്. സോ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈവൻ ബെറ്റർ. കഴിഞ്ഞ വർഷം 47,000 ആൾക്കാർ വന്നപ്പോൾ ഓൺലി 21 പേരെ എന്ത് ചെയ്തിട്ടുള്ളൂ? ആദ്യം 100 വന്നിട്ടുള്ളൂ. 79,000. CBSE ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇൻ ദ സെൻസ് അവർക്ക് ഇവിടെ പണിയിട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? 5:3:2 എന്നുള്ള റേഷ്യോ വന്നുകൊണ്ട് CBSE സ്റ്റുഡൻസിന് ഈ റാങ്ക് ലിസ്റ്റിൽ പണി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാം. അപ്പൊ ഇവിടെ ഇത്രയും ഡിക്രീസ് സംഭവിച്ചു. 79 നിന്നും 47ലേക്ക് മാറി. ആക്ച്വലി 10Kയുടെ ഇൻക്രീസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. പിന്നെ ഇവിടെ നന്നായിട്ട് എനിക്ക് തോന്നിയത് ആദ്യ 5,000 ഫസ്റ്റ് 5,000ൽ എന്ത് ചെയ്തു? 2,121 പേരാണ് HSCയിൽ നിന്ന് വന്നത്. CBSEയിൽ നിന്ന് എത്ര പേര് വന്നു? 2,029 പേരെ വന്നിട്ടുള്ളൂ. 2,029 പേര്. അതും ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുള്ളൂ? എല്ലാ HSC സ്റ്റുഡൻസിനെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് കിടക്കുന്നത്. എത്ര വർഷമായി അല്ലേ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്? കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നേരെ തിരിച്ച് റിവേഴ്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ഈ ഒരു ഫോർമുല വന്നപ്പോൾ ആ ഒരു കാര്യം നാച്ചുറലി സംഭവിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1,196 പേരെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഫസ്റ്റ് 5,000ൽ വന്നിട്ടുള്ളൂ. ദാറ്റ്സ് എ ബാഡ് നമ്പർ. പക്ഷെ ഇപ്രാവശ്യം ഇത് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നു. ഇനി ഇതിൽ കുറച്ചുകൂടെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ആക്ച്വലി ഒരു 10Kയുടെ ഇൻക്രീസ് വന്നു. ദാറ്റ് ഇസ് എ ഹ്യൂജ് സൈൻ. എഞ്ചിനീയറിംഗിന്റെ ആസ്പിറൻസിന്റെ എണ്ണം പിന്നെയും കൂടുകയാണ്. ബിടെക് പഠിക്കുന്നവർക്കൊക്കെ ജോലി ഇല്ല എന്ന് പറയുകയാണെങ്കിലും 10K ഇൻക്രീസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ക്വാളിഫൈഡ് ആയ ആൾക്കാരുടെ എണ്ണം ഈ 10K ഇൻക്രീസ് വന്നിട്ടും 3,000 ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ? കൂടുതലായിട്ട്
ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അതും മനസ്സിലാക്കുക. പിന്നെ എനിക്ക് തോന്നിയത് ഈ വർഷത്തെ എക്സാം കുറച്ചുകൂടി ടഫർ ആയിരുന്നു. ഓക്കെ, കുറച്ചുകൂടി ടഫർ ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മൾ ഈ വർഷം ഫേസ് ചെയ്തത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിവിടെ ക്വാളിഫിക്കേഷൻ റേറ്റ് നോക്കിയാൽ കാണാൻ പറ്റും 82.47% മാത്രമേ ക്വാളിഫിക്കേഷൻ റേറ്റ് ഉള്ളൂ. സോ അതും നിങ്ങൾ നോക്കുക. പിന്നെ ടോപ്പ് 100 ഉണ്ടായ മാറ്റങ്ങൾ ഇവിടെ 2026-25 ജമ്പ് ചെയ്തപ്പോൾ 27 പേര് ആൾക്കാർ എന്ത് ചെയ്തു, എച്ച് സിന്ന് ആദ്യ 100ലേക്ക് അധികം വന്നു. ഓക്കെ, CBSE 32 പേര് കുറവ് വന്നു. ഇതൊക്കെ സ്റ്റേറ്റ് സിലബസിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് ഈ റാങ്ക് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഈ എക്സാം എന്തായിരുന്നു, 2026 എക്സാം 2025 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടഫർ ആയിരുന്നു എക്സാം. പേപ്പർ കണ്ടവർക്കറിയാം, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സ് ഒക്കെ ജെ ലെവലിലൊക്കെ പോയിന്റ്, അത് പ്രോസ്പെക്ടസിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ 11.8% എന്ത് ചെയ്തു, കൂടുതൽ സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ എക്സാമിൽ. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ ആക്ച്വലി 2254 പേര് എന്ത് ചെയ്തു, പിന്നെ ബോർഡിൽ നിന്ന് കുറഞ്ഞു. അതായത് HSC അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം 2254 ആൾക്കാരുടെ എണ്ണം അത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വർഷമായിട്ട് 2025-26 കമ്പയർ ചെയ്യുമ്പോൾ അപ്പിയർ ചെയ്ത ആൾക്കാരുടെ എണ്ണം സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. CBSEയിൽ നിന്ന് +198 ഇത്ര ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 5Kയുടെ അണ്ടറിലാണ് നിങ്ങളുടെ റാങ്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് തന്നെ കിട്ടാൻ, ഇഷ്ടപ്പെട്ട കോളേജും കിട്ടാനായിരിക്കും ചാൻസ്. എല്ലാവരും ഇപ്പോൾ പ്രയോറിറ്റി പറയുമ്പോൾ CET, GEC, TKM. അപ്പോൾ ഞാൻ പറയുമ്പോൾ CET, TKM, GEC എന്ന് പറയും. അത് എൻ്റെ പ്രയോറിറ്റി. അത് തന്നെയാണ് നമ്മൾ KRF ഒക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.